ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ലൊരു മീൻ കറി തയ്യാറാക്കിയാലോ. ഇത് തേങ്ങ അരച്ച നെയ്മീൻ കറിയാണ്. ഈ ഒരു കറി തയ്യാറാക്കുന്നതിന് നെയ്മീൻ തന്നെ വേണമെന്നില്ല. അയലയോ ചൂരയോ ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മീൻ കറിയാണിത്. അപ്പോൾ തേങ്ങ അരച്ച നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. 1.5 കപ്പ് തേങ്ങയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതുകൂടാതെ കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും 3 ഉണക്കമുളകും 3 കഷ്ണം കുടംപുളിയുമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഈ കുടംപുളി ഞാൻ കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സവാളയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നെയ്മീൻ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 16 കഷ്ണങ്ങളുണ്ട്. നമുക്ക് ആദ്യം ഇതിനാവശ്യമായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ തേങ്ങ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ സവാളയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 3.5 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ഇപ്പോൾ ചേർത്തത്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നതെങ്കിൽ 2 എണ്ണം ചേർത്താൽ മതിയാകും. ഞാനിതൊരു മൺചട്ടിയിലാണ് ഈ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ അരച്ചെടുത്ത തേങ്ങയുടെ കൂട്ട് നമുക്ക് ഈ മൺചട്ടിയിലേക്ക് മാറ്റാം. ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടി ഈ മൺചട്ടിയിലേക്ക് ഒഴിക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ചാറ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന കുടംപുളിയാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കുടംപുളിക്ക് പകരം വാളൻപുളി താല്പര്യമുണ്ടെങ്കിൽ അത് ചേർത്താൽ മതിയാകും. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഈ അരപ്പൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇത് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്മീനാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിൽ 3.5 ടീസ്പൂൺ സാദാ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ മുളക് പൊടിയുടെയൊക്കെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മൺചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. സ്പൂൺ കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ പൊടിയാനായിട്ടുണ്ട്. ഇനി നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ പകുതിയാണ് അടച്ചു വയ്ക്കുന്നത്. ആദ്യം ഒരു 4-5 മിനിറ്റ് നമുക്ക് തീ കൂട്ടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കറി ഇവിടെ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് മീനൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിനു മുമ്പ് കുടംപുളിയിട്ട മീൻകറിയുടെയും തേങ്ങ അരച്ച ആവോലി മീൻകറിയുടെയൊക്കെ റെസിപ്പികൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമയം കിട്ടുമ്പോൾ ആ വീഡിയോകളൊക്കെ ഒന്ന് കാണുക. റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുത്. ഇപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് പാകമാണോ എന്ന് നോക്കുക. കുറവാണെങ്കിൽ അല്പം കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചൊഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് 1/2 ടീസ്പൂൺ കടുകും 2 നുള്ള് ഉലുവയുമാണ് ഇപ്പോൾ ഞാൻ ചേർത്തത്. 2-3 ചെറിയ ഉള്ളി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. 3 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്കിത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള തേങ്ങ അരച്ച മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്